മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം വൈകുന്നു പറയും. ചിലരെ കാണുമ്പോൾ ഇതിൽ ഞാനായിരുന്നെങ്കിൽ തോന്നാറുണ്ട്. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ ജാതി പേര് മാറ്റണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും അൺഫെയർനെസ് തോന്നിയിട്ടുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ? ഈ അൺഫെയർനെസ് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് നമ്മളേക്ക് ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നത്? 10 വർഷം നീണ്ടു നിന്ന അഭിനയ ജീവിതത്തിനൊടുവിൽ ഈ നടനെ ഇന്ന് ലോകം അറിയുന്നു സെക്സി ദുർഗ എന്ന സിനിമയിലൂടെ. ഗ്രൗണ്ട് സീറോയിൽ കണ്ണൻ നായർ. അഭിനയത്തേക്ക് എത്തിയിട്ട് എത്ര നാളായി? അഭിനയ രംഗത്തേക്ക് എത്തിയിട്ട്? അഭിനയം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരെയും പോലെ തന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിനയമല്ല, ഏത് തരത്തിലുള്ള ഒരു പെർഫോമൻസും എനിക്ക് ഇഷ്ടമായിരുന്നു. എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് തരത്തിലും പെർഫോം ചെയ്യുക എന്നുള്ളത്, അത് അഭിനയമായാലും ഇപ്പം നാടകമായാലും സിനിമയായാലും ഈവൻ റേഡിയോ ജോക്കി ആയിട്ടായാലും സ്റ്റേജ് പെർഫോമൻസ് ആയാലും സ്റ്റേജ് ആങ്കറിങ് ആയാലും അത്തരത്തിൽ എന്ത് തരത്തിലുള്ള പെർഫോമൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ സ്റ്റേജ് MC ചെയ്യാറുണ്ടായിരുന്നു. റേഡിയോ ജോക്കിയായിട്ട് ഇൻ്റർവ്യൂ പലതും അറ്റൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏത് തരം പെർഫോമൻസും എനിക്ക് കുഞ്ഞുനാൾ നല്ല ഇഷ്ടമായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഒരു വലിയ സംഭവങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിലാണ് നാടകം സീരിയസ് ആയിട്ട് എടുക്കുകയും നാടകത്തിൽ എംഫിൽ ചെയ്യുകയും അതാണ് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. പക്ഷെ പ്രൊഫഷണലി ഈ കല പെർസ്യൂ ചെയ്യണം തോന്നിയത് ഏത് പ്രായം തൊട്ടാണ്, അല്ലെങ്കിൽ എത്ര വർഷം അതിനുശേഷം? ഇല്ല, പ്രൊഫഷണലി നമ്മൾ അത്തരത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ സിനിമ അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഏതൊരു ആളുടെയും കുട്ടിക്കാലം പോലെ തന്നെ എന്നെയും സ്വാധീനിച്ചിരുന്നു. ഒരു നടനാവണം എന്നുള്ള ഇത് അന്ന് സ്വാധീനിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അഭിനയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമോ ഊർജ്ജമോ ഒന്നും ആയിരിക്കില്ല, ഇതിൻ്റെ ഒരു പണമോ പ്രശസ്തിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ അത് കാലാന്തരത്തിൽ ആ ചിന്തകളൊക്കെ മാറി വന്നു. ശരിക്കും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ചിന്തയിലേക്ക് പിന്നീട് എത്തിപ്പെട്ടത്. പക്ഷെ സിനിമ കുട്ടിക്കാലം മുതലേ തന്നെ മനസ്സിലുണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായം, ഒരു UP സ്കൂൾ കാലഘട്ടത്തിൽ മുതലൊക്കെ തന്നെ സിനിമ മനസ്സിലായി. ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്ന 2007-ലാണ്. അതിനുശേഷം ഒരുപാട് തിയേറ്ററിൽ പക്ഷേ സജീവ സാന്നിധ്യമായിരുന്നു. ഏതാണ് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തരുന്നത്? സിനിമയുടെ ക്യാമറയുടെ മുമ്പിൽ എത്തുന്നതാണോ അതോ സ്റ്റേജ് പെർഫോമൻസ്? എല്ലാവരും പറഞ്ഞിട്ടുള്ള ആൻസറാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് നാടകം തന്നെയാണ്. അതെന്ന് പറയുന്ന നാടകം നമ്മൾ തീർച്ചയായും ഒരു മാസം നീളുന്ന പ്രോസസ്സാണ്. ഈ ഒരു മാസം ഏറ്റവും മിനിമം. അപ്പോൾ ഈ പ്രോസസ്സിന് നമ്മളെല്ലാം ഒരു ടീമായിട്ട് ഒരുമിച്ചുണ്ടാവും, ഒരു കുടുംബം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ പെയിനും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് തന്നെയാണ് ആ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റ് നമ്മൾ ഭയങ്കര ഫ്രീസ് ആയിരിക്കും. നമുക്കൊരു ഡയലോഗ് പോലും ഓർമ്മ വരില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. ഭയങ്കര ഒരു ബ്ലാങ്ക് മൊമെന്റ്, ഒന്നുമില്ലല്ലോ അവിടെ. ഭയങ്കര ബ്ലാങ്ക് മൊമെന്റ് ആയിരിക്കും. ഈ ബ്ലാങ്ക് മൊമെന്റിൽ നമ്മൾ സ്റ്റേജിലേക്ക് കയറി ഒരു മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പോലും അറിയാതെ ഇതിങ്ങനെ മുന്നോട്ട് പൊക്കോളും. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു കലയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സിനിമയിൽ ഇപ്പം ഓൺ ഓഫുകളല്ലേ ഉള്ളൂ, സെക്കൻഡുകൾ നീളുന്ന ഓൺ ഓഫ്. ഇപ്പം സെക്സി ദുർഗയിലൊക്കെ ഓഫ് കോഴ്സ് ലെങ്തി ഷോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ മറ്റ് സിനിമകൾ നോക്കുകയാണെങ്കിൽ വളരെ സെക്കൻഡ്സ് മാത്രം നീളുന്ന ഷോട്ടിൽ നമുക്ക് അങ്ങനെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല. ഇത് കഴിഞ്ഞ ആൾക്കാർ കണ്ടിട്ട് വന്ന് കൊള്ളാം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അതുണ്ടാവും, ആ സന്തോഷം ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്തതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഓഫ് കോഴ്സ് നാടകത്തിൽ. ആദ്യമായി മുഖം കാണിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. പക്ഷെ ഒരു വലിയ സിനിമയിൽ ഒരു ചെറിയ റോളാണ് ചെയ്യുന്നതെന്ന് പറയാം. ഒരുപക്ഷെ കുറച്ചുകൂടെ സ്ക്രീൻ ടൈമുള്ള റോളുകൾ സെക്സി ദുർഗയ്ക്ക് ശേഷം ഇനി കിട്ടുമ്പോൾ ഈ ഒരു അഭിപ്രായം മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ സ്ക്രീൻ ടൈം ആണെങ്കിൽ പോലും നമ്മളൊരു സിനിമ കാണുമ്പോൾ 2 മണിക്കൂർ നമ്മൾ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും സിനിമയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ദിവസം മാക്സിമം പോയ ഒരു 3 ഷോട്ട് 4 ഷോട്ട് പോട്ടെ, ഞാൻ വലിയ സ്റ്റാറൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ തന്നെ ഒരു 3-4 സീൻസ് ഒക്കെ എടുത്തെന്ന് വരാം. എന്നാൽ പോലും ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമിൽ മാത്രം സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറി ഇരുന്ന് വേറെ എന്തെങ്കിലും സംസാരിക്കുകയോ പറയുകയൊക്കെ ചെയ്യും. ആ ക്യാരക്ടറിൽ നമ്മൾ അങ്ങനെ ഇൻവോൾവ് ആയി അങ്ങനെയൊന്നും നടപടിയാവുന്ന കാര്യമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കഥാപാത്രമായി ഞങ്ങൾ പരകായ പ്രവേശനം നടത്താൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്യാമറ ആംഗിൾ ശ്രദ്ധിക്കണം, ലൈറ്റപ്പ് എവിടെയാണെന്ന് ശ്രദ്ധിക്കണം, മാർക്കിംഗ് നമ്മുടെ ഫോക്കസ് മാർക്ക് എവിടെയാണെന്ന് നോക്കണം, കൂടെ നിൽക്കുന്ന ആക്ടേഴ്സിന്റെ പൊസിഷൻ നോക്കണം. ഇതിന് ചുറ്റും ഒരുപാട് പേര് നിൽപ്പുണ്ട്, അവരുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും. നാടകത്തിലായാലും ഇത്തരത്തിലുള്ള പ്രോസസ് ഉണ്ടല്ലോ. നാടകത്തിലായാലും ആ പ്രോസസ്സിലൂടെ കടന്ന് നമ്മളൊരു നൈരന്തര്യമുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഒരു 1.5 മണിക്കൂർ നമുക്ക് മാത്രമായിട്ട് അത്രയും സ്ഥലം, സ്റ്റേജ് എന്ന് പറയുന്ന ഒരു 20 അടി സ്ഥലം നമുക്ക് വിട്ടു തരികയാണ്. അതിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സിനെ പരിഗണിക്കുന്നു. പക്ഷേ ഈ പരിഗണന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ള പരിഗണനകളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്കോപ്പും ഉണ്ട്. കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് എത്രത്തോളം കേപ്പബിൾ ആണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് എത്രത്തോളം കോപ്പി ചെയ്യും എന്നുള്ളതനുസരിച്ച് നമുക്ക് അതിനുള്ള സ്കോപ്പുണ്ട്. അതൊരിക്കലും സിനിമയിൽ സംഭവിക്കില്ല. അതിന് എത്ര വലിയ നടനായി കഴിഞ്ഞാലും അത് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നു. തിയേറ്ററിനെ അപ്പോൾ വിട്ടു പിരിയാൻ ഒരു ഉദ്ദേശമില്ല. തിയേറ്റർ ഇപ്പോഴത്തെ ഒരു ചിന്തയിൽ എനിക്ക് വിടാൻ പറ്റും തോന്നുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു സിനിമയും അല്ലെങ്കിൽ തിയേറ്റർ നമ്മൾ യോജിക്കേണ്ടി വരും. പക്ഷേ സിനിമയാണെങ്കിൽ പോലും അതിന്റെ പേ വളരെ കൂടുതലാണ്. എന്തെങ്കിലും ചൂസ് ചെയ്യേണ്ടി വന്നാൽ എന്ത്? ഓഫ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ ജീവിക്കാൻ കാശ് വേണം.
അപ്പോൾ നാടകത്തിൽ നിന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതുകൊണ്ട് മാത്രമാണ് നാടക കലാകാരന്മാർ സിനിമയിലേക്ക് പോകുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്ക് സാറ്റിസ്ഫാക്ഷന്റെ കുറവോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല. കാശ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ജീവിക്കാൻ എന്തായാലും വേണം. അതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് സിനിമ ചൂസ് ചെയ്തേക്കാം. അതർവൈസ് ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നാടകം തന്നെയാണ്. ആദ്യമായി സിനിമയിൽ മുഖം കാണിച്ചപ്പോൾ 10 വർഷമാകുന്നു. അപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയിൽ സ്ട്രഗ്ലിംഗ് ആക്ടർ എന്ന് പറയുന്ന ഒരു ഫേസിലൂടെ കടന്നു വരുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അത്? ഇപ്പോഴും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അല്ലാതെ ഇപ്പൊ നമുക്കാരും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിലേക്ക് എത്തി ഒരു അതെ തീർച്ചയായും. പക്ഷെ ഇത് സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു മേഖലയെ സംബന്ധിച്ച് നമുക്കാരും ഒരു കസേര നീക്കിയിട്ട് തരില്ല. നമ്മൾ വലിച്ചു നീക്കിയിട്ട് ഇരുന്നേ പറ്റുള്ളൂ. അപ്പൊ ആ വലിച്ചു നീക്കുന്ന സമയമായിരുന്നു ഈ 10 വർഷം എന്ന് പറയുന്നത്. പലരും പെട്ടെന്ന് അതിലേക്ക് എത്തും. ആ വഴി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നീന്താൻ അറിയുന്നതിലല്ല, പുഴ വരെ എത്താനാണ് പ്രയാസം. പുഴ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നീന്തും, അത് ഉറപ്പാണ്. പക്ഷെ ഈ പുഴ വരെ എത്തുന്ന വഴി ഭയങ്കര ദുർഘടം പിടിച്ചതാണ്. ഈ കഴിഞ്ഞ 10 വർഷം പല ജോലികളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ് വേണം, ജീവിക്കാൻ പൈസ വേണം, പിന്നെ ഈ പഠിപ്പൊക്കെ ഉള്ളത് കൊണ്ടും കുടുംബത്തിൽ അത്യാവശ്യം നിലയൊക്കെ ഉള്ളത് കൊണ്ടും വീട്ടിൽ പൈസ ഞാൻ സമ്പാദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്വന്തം കാര്യങ്ങൾക്ക് എന്തായാലും പൈസ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ കഴിഞ്ഞ 10 വർഷം പല ജോലികളായിട്ട് ഞാൻ ആദ്യമായിട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ കാരണം അഴകപ്പൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അതിനകത്ത് അതെ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് ചോക്ലേറ്റിൽ കൂടിയത് കൊണ്ടാണ് അതിനകത്ത് അഭിനയിക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. അതിനുശേഷം കുറെ പടങ്ങൾ സാറിനെ തന്നെ അസിസ്റ്റ് ചെയ്തു. അത് ഒരു നടപടി ആവില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അത് വിട്ടിട്ട് മുഴുവൻ സമയമായിട്ട് ഇതിനകത്ത് തന്നെ. കണ്ണൻ നായരുടെ കണ്ണുകളിൽ എന്തുകൊണ്ട് ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് സിനിമയിലേക്കുള്ള ഒരു മെയിൻ കഥാപാത്ര രംഗപ്രവേശം? വൈകി എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. കിട്ടിയ അവസരങ്ങൾ എപ്പോഴെങ്കിലും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കിട്ടിയ അവസരങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. എല്ലാം ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ, ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം വൈകി എന്ന് പറയുമ്പോൾ ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങുന്നതിന് ശേഷം ഇതിനകത്ത് വന്നവർ പോലും ഇപ്പോൾ നല്ല രീതിയിൽ അറിയപ്പെടുന്ന താരങ്ങളായി നിൽക്കുമ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വൈകി. പക്ഷെ എനിക്ക് മുമ്പേ ഈ സ്ട്രഗിൾ തുടങ്ങിയവർ പലരും ഉണ്ട്, ഇപ്പോഴും എത്താതെ നിൽക്കുന്നവരുണ്ട്. എപ്പോഴെങ്കിലും അസൂയ തോന്നാറുണ്ട് കൂടെ തിയേറ്ററിൽ ജോലി ചെയ്യുന്നവർ, ഒരേ നാടകത്തിൽ പ്രവർത്തിച്ചിരുന്നവർ, തന്റെ കൂടെ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നീട് സിനിമയിലേക്ക് എത്തി അവരെ ബിഗ് സ്ക്രീനിൽ കാണേണ്ടി വരുമ്പോൾ എന്താണ് വികാരം? ബിഗ് സ്ക്രീനിൽ കാണേണ്ടി വരുമ്പോൾ അങ്ങനെ എന്നോടൊപ്പം സ്ട്രഗിൾ ചെയ്തവരും ഇപ്പം അറ്റ് പ്രസന്റ് അങ്ങനെ സിനിമയിൽ അങ്ങനെ ഭയങ്കര ഫ്ലറിഷ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ചിലരെ കാണുമ്പോൾ ഇതിൽ ഞാനായിരുന്നെങ്കിൽ തോന്നാറുണ്ട്. വളരെ നാച്ചുറലാണ് സംഭവിക്കും. സെക്സി ദുർഗയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സെക്സി ദുർഗയിലേക്ക് എത്തുന്നത് ഓഫ്കോഴ്സ് ഈ നാടകം വഴി തന്നെ. നാടകം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നാടകം ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു പ്രശസ്തിയൊക്കെ നമ്മളെ അത്തരത്തിൽ നമ്മൾ ബാധിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അഭിനയം എന്ന് പറയുന്ന അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്ത്. അപ്പോൾ നാടകം ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, നാടകം സീരിയസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ നാടകം കഴിയുമ്പോഴും ആലോചിക്കും ഈ നാടകം സ്റ്റേജ് ചെയ്യുന്നത് കാണാൻ ഏതെങ്കിലും സംവിധായകൻ വരും, ഇത് കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു ചിന്ത ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നോക്കി ഏതെങ്കിലും സംവിധായകൻ കാണാൻ വന്നിട്ടുണ്ടോ, പക്ഷെ ആരുമില്ല എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ഇതിങ്ങനെ പോകും. ഇത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ നിന്നും പോയി. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, ഇത് നടക്കും, സംഭവിക്കേണ്ട സമയത്ത് നടക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയ കൂട്ടത്തിലാണ് കനൽ സാംസ്കാരിക വിദ്യയുടെ ഖൈമേറ എന്ന് പറയുന്ന ഒരു നാടകം ഞങ്ങൾ ഹസൻ മരക്കർ ഹാളിൽ കളിക്കുന്നത് തിരുവനന്തപുരം. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞു, ഭയങ്കര നല്ല അപ്രീസിയേഷൻ കിട്ടിയ നാടകമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഒരു 12 മണിയോടുകൂടി സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന സംവിധായകൻ എന്നെ വിളിക്കാം. പുള്ളിക്കാരൻ എന്നെ എനിക്ക് അറിയാം, അദ്ദേഹത്തെ ഞാൻ ഫ്രോഗ് സിനിമയൊക്കെ ഞാൻ നേരത്തെ ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നെ രാത്രി വിളിച്ചിട്ട് സംസാരിക്കണം. ഒരു അരമണിക്കൂറോളം ഈ നാടകത്തിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് എന്നോട് സംസാരിക്കും. ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, പുള്ളിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ചാൻസ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ പോയിട്ടുണ്ട് നേരത്തെ. പക്ഷേ ഒരു അരമണിക്കൂറോളം എന്നോട് ഈ നാടകത്തിനെ കുറിച്ച് സംസാരിക്കും. അന്നതവിടെ കഴിഞ്ഞു. പിന്നെ ഒരു 6 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒഴിവു ദിവസത്തെ കളി എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ഒരു ദിവസം മ്യൂസിയത്തിൽ വെച്ച് സൺലൈറ്റിനും അതിന്റെ ക്യാമറമാനായ ഇന്ദ്രജിത്തും കൂടി മ്യൂസിയത്തിൽ ഇരിക്കുകയാണ്. കണ്ണൻ ഒന്ന് ഇതുവരെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് അയ്യോ കണ്ണൻ ഇത്ര പൊക്കേ ഉള്ളൂ, സ്റ്റേജിൽ കണ്ടപ്പോൾ നല്ല ഹൈറ്റ് ഒക്കെ തോന്നിയിരുന്നല്ലോ, ഇതിലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും ഞാൻ റെഡിയാണ്. അല്ല കണ്ണനിപ്പം ഒരു 15 ദിവസമാണ് ഷൂട്ടാണ്, അപ്പം താടി എടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ താടി എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അനിയത്തിയുടെ കല്യാണമാണ് ജൂലൈ 10-ാം തീയതി. രക്ഷയില്ല, ജൂലൈ 1 മുതൽ 15 വരെയാണ് എന്റെ ഷൂട്ട്. ഈ സെയിം സത്യം പറഞ്ഞ ഒരു അവസരം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം നമ്മൾ കുടുംബത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞാൽ സമ്പാദിച്ചു ഇതെങ്കിലും പോയി നിന്നില്ല എങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഖേദപൂർവ്വം ഞാനത് ചേട്ടാ പറ്റില്ല എന്ന് പറയുകയും ഞാൻ മറ്റൊരു ആക്ടറിനെ സജസ്റ്റ് ചെയ്യും. അദ്ദേഹം അതിനകത്ത് അഭിനയിക്കുകയും ചെയ്യും. നമ്മുടെ നാടകത്തിൽ
അതിനകത്ത് അരുൺ നായർ ചെയ്ത വേഷമാണ്, പോലീസുകാരനായി വരുന്ന അതെ. അപ്പോൾ ആ ക്യാരക്ടർ, അപ്പം മേ ബി എൻ്റെ ഫിസിക്ക് ചിലപ്പോൾ ഓക്കെ ആവില്ലായിരിക്കും, പക്ഷെ അത് അങ്ങനെ പോയി. ആ ഒരു വിഷമം ഞാൻ ഒരു 1.5 വർഷത്തോളം കൊണ്ടു നടക്കുകയും സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമയുടെ ആലോചനയിൽ ആദ്യം തന്നെ എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ വിഷമം ഒന്ന് മാറിയത്. അതിലേക്ക് വിളിക്കുന്നത് പോലും ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് അതിലേക്ക് ആദ്യം വിളിക്കുന്നത്, ഇപ്പോൾ ചെയ്ത ക്യാരക്ടറല്ല. കാരണം ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് ഇംപ്രൊവൈസേഷൻ ആണ്, ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഷൂട്ടിങ്ങിന്റെ തലേന്ന് വരെ ഈ ക്യാരക്ടർ, ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ സിനിമയ്ക്കകത്തില്ല. എല്ലാവരും ചേർന്ന് അവളെ മോളസ്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അതായത് കബീർ എന്നൊരു കഥാപാത്രമില്ല, കഥാപാത്രം ഇല്ല അതിനകത്ത്. ഈ പറയുന്ന മോളസ്റ്റേഴ്സും പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. തലേ ദിവസമാണ് നമുക്ക് ഇങ്ങനെ, അതിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷൂട്ട് നിശ്ചയിച്ചതിന്റെ ഒരു തലേ ദിവസമാണ് സൺലൈറ്റിന്റെ അച്ഛൻ മരിക്കുന്നത്. അങ്ങനെ ഷൂട്ട് ഒരു 10-20 ദിവസത്തോളം നീട്ടിവെച്ചു. ഈ നീട്ടിവെച്ച് 20 ദിവസത്തിനകത്താണ് ഇങ്ങനെ ഒരു ചിന്ത വരികയും ഇത്തരത്തിൽ ക്യാരക്ടറിനെ മാറ്റാമെന്ന് പറയുകയും ഷൂട്ടിന്റെ തലേ ദിവസം എടാ നിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അവളുടെ കൂടെ ഉള്ളതാണ്, അപ്പോൾ നിനക്ക് കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവാണ്, ഞാൻ റെഡി. ഓക്കെ. അപ്പോഴും ഈ നായകൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല, എല്ലാവരും ഒരുപോലെ. പക്ഷേ നമ്മൾ പടം ഇറങ്ങി കഴിയുമ്പോൾ നായികയുടെ കൂടെ ഉള്ളവൻ നായകൻ. ഇതൊരു അഭിനേതാക്കൾക്കുള്ള സിനിമയാണോ അതോ സംവിധായകന്റെ സിനിമയാണോ, എങ്ങനെ പറയാം? പ്യുവർലി ഒരു സംവിധായകന്റെ സിനിമയാണ്, ഓഫ് കോഴ്സ്. അത് ഒരു മാറ്റമില്ല. പക്ഷേ നമ്മൾ തിരക്കഥയില്ലാതെ ഒരു പക്ഷേ ആക്ടേഴ്സ് തന്നെ ആഡ്ലിബ് ചെയ്ത് സ്പോട്ട് ഇംപ്രൊവൈസേഷൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരു നടന്റെ ഒരു ആവശ്യമാണ് വളരെ കൂടുതൽ. നടന്റെ ആവശ്യം എന്ന് പറയുന്നത് നടനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് സംവിധായകൻ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആ ഷൂട്ടിംഗ് ദിവസങ്ങളിൽ എന്നെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ട്, മേ ബി എന്നെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹരാസ് ചെയ്തതാണെന്ന് തോന്നുന്നു. എന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ മാക്സിമം സൺലൈറ്റിന് എത്തിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വരെ തോന്നിയിരുന്ന ഒരു അത്തരത്തിൽ ഞാൻ ഡൗൺ ആയിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷൻ ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ മോൾഡ് ചെയ്ത് ഈ ക്യാരക്ടറിലേക്ക് ആക്കിയത് സൺലൈറ്റൻ തന്നെ. അപ്പോൾ സൽകുമാർ ശശിധരൻ സെറ്റിൽ ഒരു ദേശീയക്കാരനാണോ? അല്ല, ഒരിക്കലും അല്ല. നമുക്ക് മാക്സിമം ഫ്രീഡം തരും. നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് പറയും. ഇതിനിടയ്ക്കുള്ള പോർഷൻ ഫില്ല് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ നമ്മൾ ആക്ടേഴ്സിനാണ്. അപ്പോൾ നമ്മൾ ഈ വഴിക്കൂടെ ഇങ്ങനെ പോയി സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ പിന്നീട് ഒരു അരമണിക്കൂറൊക്കെ ഉള്ള ഷോട്ടായിരിക്കും. ഇത് മോണിറ്റർ ചെയ്തതിന് ശേഷം സൺലൈറ്റൻ പറയും, എടാ നമുക്ക് ഇത്രാമത്തെ മിനിറ്റിൽ പറഞ്ഞ ആ ഡയലോഗ് നമുക്ക് വേണ്ട, അപ്പം നമുക്ക് അവിടെ നിന്ന് വേറൊരു റൂട്ടിൽ പോയാൽ മതി, നമുക്കിത് റീടേക്ക് പോകാം. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ വരെ ഒന്ന് ചെയ്ത് റീടേക്ക് പോകും. അപ്പോൾ നമ്മളൊരു 3-4 ടേക്കൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ മനുഷ്യരാണ്, ഭയങ്കര മെക്കാനിക്കലായി തുടങ്ങും. അപ്പോൾ അന്ന് ഷൂട്ട് മതിയാക്കും, വേണ്ട നമുക്ക് ഇന്ന് ചെയ്യേണ്ട, നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് ചെയ്യാം. ഫ്രഷ് തുടക്കവും ഫ്രഷ് എൻഡിങ്ങും പുള്ളി തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിലായിരിക്കും ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി ഫ്രഷ്നെസ് വരും, കുറച്ചുകൂടി ബയോളജിക്കലായിട്ടുള്ള പ്രോസസ് അവിടെ സംഭവിക്കും. അങ്ങനെ അത്തരത്തിൽ സംവിധായകന്റെ സിനിമ തന്നെയാണ് സെക്സി ദുർഗ. ആദ്യമായി കഥ കേട്ടപ്പോൾ എന്താ തോന്നിയത്? സ്വന്തം കഥാപാത്രത്തെ പറ്റി കേട്ടപ്പോഴും കഥാപാത്രമൊന്നും ഇല്ല, ഒരു റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റൂട്ട് മാത്രമേ ഉള്ളൂ. കഥാപാത്രം എന്ന് പറയുന്നത് ദുർഗയുടെ കൂടെയുള്ള പയ്യൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പം നമ്മൾ ഈ നാടകം പേര് പോലും ഇല്ല, ദുർഗയുടെ കൂടെയുള്ള പയ്യൻ. അപ്പം നമ്മൾ ഈ നാടകം മെത്തേഡ് ആക്ടിങ്, കുന്തം കുടച്ചക്രം, കുറെ തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നാടകത്തിൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി, ചേട്ടാ ഇയാൾ വരുന്ന സ്ഥലം എവിടെയാണ്, ഇത് എവിടെയാണ് ഇത് സംഭവിക്കുന്നത്, എത്ര പ്രായം ഉണ്ടാവുക, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു. കണ്ണ ഇതൊന്നും ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ കണ്ണന് പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നുമില്ല. ഈ സിറ്റുവേഷൻ മാത്രം കണ്ണൻ ഇൻടേക്ക് ചെയ്താൽ മതി, ഇത് മാത്രം ബിഹേവ് ചെയ്താൽ മതി. അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എലാബറേറ്റ് വർണ്ണന തരികയോ കഥ ഇന്നതാണെന്ന് പറയുകയോ ഒന്നുമില്ല. ഈവൻ ഈ സിനിമയുടെ തന്നെ നമ്മൾ ആദ്യം നിശ്ചയിച്ചിരുന്ന കഥയ്ക്കകത്ത് ഒരുപാട് വയലൻസും ഒരുപാട് സെക്ഷൽ അബ്യൂസിങ്ങും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ പറയുന്ന ഇമ്പാക്ട് സിനിമയ്ക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഒഴിവാക്കുക ചെയ്തത്. ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ആദ്യം 5 ദിവസം ഷൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഷൂട്ട് 12-13 ദിവസം കൊണ്ട് തീർന്നു. ആ തീരുന്ന ദിവസം തീരുമ്പോഴും ഞങ്ങൾക്ക് അറിയില്ല ഇത് തീർന്നു, തീരും കഥ ഒന്നും ആയിട്ടില്ല സംഭവം. ഇനി മറ്റതൊക്കെ ചെയ്യണ്ടേ? ഇല്ലടാ വേണ്ട, ഇതുകൊണ്ട് നമ്മൾ ഫിനിഷ് ആണ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കഥാപാത്രത്തിനെ കുറിച്ച് കൂടുതൽ വർണ്ണനകളോ വിവരണങ്ങളൊന്നും വേണ്ടി വന്നില്ല. പക്ഷെ നാടകത്തിൽ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ആ പ്രോസസ്സും സെക്സി ദുർഗ എന്ന സെറ്റിൽ കബീർ എന്ന ക്യാരക്ടറിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സും എത്രത്തോളം വ്യത്യാസം ഉണ്ടായിരുന്നു? കഥാപാത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, സിറ്റുവേഷൻ മാത്രമേ അറിയത്തുള്ളൂ, അത് കഥാപാത്രത്തിലെ ആവാഹിക്കാൻ എന്നൊക്കെ പറയില്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ നാടകത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് എന്ന് പറയുന്ന വലിയ ലെങ്തി പ്രോസസ്സ്, ഒരു മാസം മിനിമം കിട്ടുന്ന വലിയ ലെങ്തി പ്രോസസ്സ്. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് സമയമുണ്ട്, പതുക്കെ മറ്റുള്ളവരുടെ കൂടി സഹായത്തോടു കൂടി എത്താം. ഇതിനകത്ത് എന്താ സൺലൈറ്റൻ അവലംബിച്ച ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ദിവസം ഞാൻ രാജശ്രീ ദേശ്പാണ്ഡെയാണ് ഈ ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. പുള്ളിക്കാരി മുംബൈയിൽ നിന്ന് വന്ന ദിവസം തന്നെ എന്നോട്
നല്ലേട്ടൻ പറഞ്ഞു, ഇവിടെ നീ എവളുമായിട്ട് വണ്ടി എടുത്ത് പൊക്കോ, ഒരു ദിവസം ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നാൽ മതി. ബാക്കി 5 പേരെടുത്തും പറഞ്ഞു, ബാക്കി 4 പേരെടുത്തും പറഞ്ഞു ഞങ്ങളുമായിട്ട് മിണ്ടാനോ സംസാരിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും പോലും. എന്നാൽ പോലും ഇതിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിട്ട് ബിലാസേട്ടനും അരുൺ സോളും ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ അവരോട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടേണ്ട, നിങ്ങൾ അത് ഹിന്ദിക്കാരി, അവരോടൊന്നും നിങ്ങൾ സംസാരിക്കാൻ പോകണ്ട. അപ്പൊ അത്തരത്തിൽ നമ്മളെ ഇമോഷണലി നേരത്തെ തന്നെ ഞങ്ങളെ ട്രെയിൻ ചെയ്യിച്ചു. ഇതിനകത്താണ് ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ടീം, അവർ വേറെ ടീമാണ്. അത്തരത്തിലുള്ള പ്രോസസ്സിലൂടെയാണ് ഇത് നടന്നു പോയത്. അപ്പൊ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു സെക്സി ദുർഗ. മറ്റൊരു സിനിമയിലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരുപക്ഷെ ഈ ഒരു സിനിമയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും ഡബിങ് എന്നൊരു പ്രോസസ്സിലൂടെ അഭിനയത്തിന് ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല, ലൈവായിട്ട് തന്നെ ശബ്ദം ചെയ്തിട്ടുണ്ട്. അതൊരു നടന്ന നിലയ്ക്ക് എത്രത്തോളം സഹായിച്ചു? എനിക്കിതിനകത്ത് വളരെ കുറച്ച് ഡയലോഗുള്ളൂ, കാരണം എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഈ പറയുന്ന ഈ മോളസ്റ്റേഴ്സ് ചേർന്ന് പറയുന്നത്. ഞാനും ദുർഗയും വളരെ മിനിമലായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അത് തന്നെയും ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എവളോട് ഹിന്ദി സംസാരിക്കണം, അവരോട് മലയാളത്തിൽ സംസാരിക്കണം. ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പിടിക്കാത്ത ഭാഷയാണ്. അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. ഈ ഇവിടെ ഹിന്ദി പറയണോ അവിടെ മലയാളം പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ സിനിമ ആദ്യമായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ എത്തുന്നതിന്റെ പേരിന്റെ പിറകിലുള്ള വിവാദം കാരണമാണ്. പക്ഷെ പിന്നീട് ഒരു പോസിറ്റീവ് റിവ്യൂ ആൾക്കാർ പോസിറ്റീവായി ശ്രദ്ധിച്ചു തുടങ്ങിയത് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ ഹാവോസ് ടൈഗർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ എന്ന രീതിയിലാണ്. എപ്പോഴെങ്കിലും അവിടെ ആ ഒരു ഇന്റർനാഷണൽ അക്ലൈം കിട്ടിയപ്പോൾ, അത് രാവിലെ 4 മണിക്കാണ് അറിഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വികാരം എന്തായിരുന്നു? എത്രത്തോളം സന്തോഷം തോന്നി? വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് കോമ്പറ്റീഷനിൽ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇതിനു മുമ്പ് ഇന്ത്യൻ സിനിമയിൽ നിന്നും വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമേ ഈ കോമ്പറ്റീഷൻ സെക്ഷനിലേക്ക് പോലും കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പ്രൈസ് ഒന്നും അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നേയില്ല, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നില്ല. സാധാരണക്കാർ പറയും പോലെ അല്ല. സാധാരണ ഈ സിനിമക്കാർ പറയുമല്ലോ അവാർഡ് കിട്ടുമ്പോൾ അയ്യോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇത് അങ്ങനെയല്ല, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്നേവരെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. രാവിലെ 4 മണിക്കാണ് മുരുകണ്ണനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ, എല്ലാം ഫുൾ ചെയ്ത് പുള്ളിയാണ്. അപ്പൊ മുരുകണ്ണനാണ് വിളിച്ചു പറയുന്നത്, കണ്ണ പ്രൈസ് അടിച്ചിട്ടുണ്ട്. പ്രൈസ് ഏട്ടാ? എന്താ പ്രൈസ് ഏട്ടാ? എടാ മെയിൻ പ്രൈസ് അടിച്ചു. പുള്ളിക്ക് ഇതിന്റെ പേര് പറയാനുള്ള ഇതില്ല. എടാ മെയിൻ പ്രൈസാ. ഉടനെ ഞാൻ FB എടുത്ത് നോക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. അപ്പം ആരോടും പറയാനും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് റൂമിൽ താമസിക്കുന്നത്. വിളിക്കാനും പറ്റില്ല, ഷെയർ ചെയ്യാനും പറ്റില്ല. ഈ സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ വല്ല എമർജൻസി ആണെന്ന് ആൾക്കാർ വിചാരിക്കില്ലേ എന്നുള്ള ഇതില്ല. അപ്പം 4 മണിയോട് പിന്നീട് കോൾസ് ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. രാവിലെ ഒരു 9 മണി വരെയൊക്കെ ഒരു ഫ്രീസ്ഡ് അവസ്ഥയിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഈ പറയും പോലെ ഗൈഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടത്തുന്നത്. അപ്പൊ രാവിലെ 7 മണിക്ക് റിഹേഴ്സലിന് പോകണം. അപ്പം പിന്നെ 4 മണി പിന്നെ ഉറങ്ങിയിട്ടില്ല. ഞാൻ 7 എന്നുള്ളത് ഞാൻ 6 മണിയായപ്പോ തന്നെ റിഹേഴ്സൽ ക്യാമ്പിലെത്തി. അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോടെങ്കിലും ഒന്ന് ഒരവസ്ഥയായിരുന്നു. ഓവർനൈറ്റ് വളരെയധികം സ്ട്രെയിൻ ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പലപ്പോഴും നമ്മളുടെ ഒരു മെയിൻ സ്ട്രീം സിനിമ, ഞാൻ വലിയ സിനിമ ചെറിയ സിനിമ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, സെക്സി ദുർഗ അതിൻ്റെതായ രീതിയിൽ വലിയ സിനിമയാണ്. പക്ഷേ മെയിൻ സ്ട്രീം സിനിമകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർസ് അഭിനയിക്കുന്ന സിനിമയിൽ ഇത്തരം രാത്രി ഷൂട്ടുകളും ഇത്തരം സെറ്റിൽ വളരെയധികം സ്ട്രെയിൻ വേണ്ട സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന നടന്മാർ ക്യാരവാനിലേക്ക് പോവുകയും തിരിച്ച് സെറ്റിലേക്ക് ഇറങ്ങി വരികയും ആ ഒരു ഷോട്ട് റെഡി ആയതിനു ശേഷം മാത്രം വന്ന് അഭിനയിക്കുകയും തിരിച്ച് വീണ്ടും ക്യാരവാനിലേക്ക് പോകുന്ന ഒരു കൾച്ചറുണ്ട്. പക്ഷേ എത്രത്തോളം അത്തരത്തിലൊരു സാഹചര്യമാണോ കണ്ണൻ നായർ പ്രിഫർ ചെയ്യുന്നത്, അതോ യഥാർത്ഥത്തിൽ സെറ്റിന്റെ കൂടെ തന്നെ നിന്ന് നമ്മൾ ആദ്യം സിനിമയുടെ ഇത്തരം കളറാണ് നമ്മൾ മോഹിപ്പിച്ചത്, പക്ഷെ പിന്നീട് അഭിനയമാണ് നമ്മൾ മോഹിപ്പിച്ചത്, പെർഫോമൻസ് ആണ് നമ്മളെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആർഭാടങ്ങളോ അല്ലെങ്കിൽ ആഡംബരം ചില സമയത്ത് ഇത് ആവശ്യമായിട്ട് വരാം. പക്ഷെ അതൊന്നും പ്രതീക്ഷയല്ല ഈ ഒരു സെറ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സിനിമ സെറ്റിലേക്ക് പോകുന്നത്. ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ രാജശ്രീ ദേശ്പാണ്ഡെ ഒക്കെ എത്ര ആഗ്രഹിക്കണം. ആംഗ്രി ഇന്ത്യൻ ഗോഡ്സ് വലിയ സിനിമയിലെ നായികയായിരുന്നു. സൽമാൻ ഖാന്റെ കൂടെ അഭിനയിച്ചില്ല. ഞാനൊക്കെ വണ്ടടിച്ച് നിൽക്കണം, ഇവരുടെ അടി തന്നെയാണ് ഡൂപ്പിനെ അയച്ചതാണ്. എന്തൊക്കെയുള്ള അവസ്ഥയിലേക്ക്. കാരണം പുള്ളിക്കാരി എത്തുന്നവരെ പുള്ളിക്കാരിയെ പറ്റി എന്താണ് വിചാരിച്ചത്? ഭയങ്കര ബോളിവുഡ് നടിയാണ്. ഒരുപാട് അത്തരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഇവരുമായിട്ട് നമ്മൾ അടുക്കും അല്ലെങ്കിൽ അടുക്കാൻ പറ്റുമോ? സിനിമ തിരുന്നവരെ വേണ്ട, കുഴപ്പമില്ല, അവരങ്ങനെ ജാട കാണിക്കണേ നമ്മൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊന്നും ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാത്തൊരു സെറ്റായിരുന്നു. സിനിമയ്ക്ക് എന്താണ് ആവശ്യം, സിനിമയാണ് മെയിൻ എന്നുള്ള രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സെറ്റായിരുന്നു. യൂണിറ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അസിസ്റ്റൻസ് ഇല്ല, ഒരു വെള്ളം കൊണ്ടുതരാൻ പോലെ നമ്മൾ പോയി തന്നെ എടുത്ത് കുടിക്കുക എന്നുള്ളതാണ്. ഈ എടുത്ത് കുടിക്കുക എന്നുള്ളത് പാതിരാത്രിയാണ്, ചിലപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ഇതുമായിട്ടെല്ലാം വളരെ നൈസായിട്ട് കോപ്പപ്പ് ചെയ്ത് ഞങ്ങളുമായിട്ടൊക്കെ വളരെ ജെല്ലായിട്ട് വർക്ക് ചെയ്യാൻ കാണിച്ച ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് രാജശ്രീ ദേശ്പാണ്ഡെ.
എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളൊക്കെ ചിലപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. കുറച്ചുകൂടി ഫെസിലിറ്റീസ് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇറങ്ങി വരാൻ പറ്റും എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ച് പോലും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. പക്ഷെ ഇവരെങ്ങനെ ഇത് മാനേജ് ചെയ്തു എന്നുള്ളത് വലിയ അതിശയം തന്നെ. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവൽ സിനിമ കാണിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഏറ്റവും വലിയ അംഗീകാരം, നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അനുരാഗ് കശ്യപ് ഈ സിനിമ കണ്ടതിന് ശേഷം വലിയൊരു കത്തയച്ചെന്ന് കേട്ടു. അത് എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ കണ്ണനാരോട് ചോദിക്കുന്ന ചോദ്യം, അഭിനയത്തെ പറ്റി പുള്ളി എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നു ഒരു വലിയ കത്തിൽ? അഭിനയത്തെ പറ്റി എഴുതൊന്നും പറയുന്നില്ല. അതല്ല, റോട്ടർഡാമിൽ അഭിനയത്തിന് പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. പക്ഷെ അനുരാഗ് കശ്യപിനെ പോലുള്ള ഒരാൾ തന്ന ബൂസ്റ്റിന്റെ പുറത്താണ് ഈ സിനിമ ഇന്ത്യ അറിഞ്ഞത്. ലോകം അറിഞ്ഞതെന്ന് പറയുന്നില്ല, ഇന്ത്യ അറിഞ്ഞത് അനുരാഗ് കശ്യപിന്റെ ആ ഒരു ട്വീറ്റ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പുള്ളി ട്വീറ്റ് ചെയ്തു. ഒരു വലിയ ലെറ്റർ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇങ്ങനെ ഒരു സിനിമ ബ്രേവിംഗ് അറ്റംപ്റ്റ് ആയിട്ട് 2017 വാച്ച് ഔട്ട് ആയിട്ടുള്ള സിനിമയാണ്, എല്ലാവരും കാണണം എന്നുള്ള രീതിയിൽ ഒരു വലിയ ലെറ്ററും 2 പ്രാവശ്യം ട്വീറ്റും ചെയ്തു. അതിനുശേഷം റസൂൽ പൂക്കുട്ടി എന്റെ പേരെടുത്ത് പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. ഞാനൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ അടിച്ചു. അതൊക്കെ നമ്മളെ ഇന്ത്യയിൽ അങ്ങനെയാണ് അറിഞ്ഞത്. പക്ഷെ അതിലുണ്ടായ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുരാഗ് കശ്യപ് ഇത് ഇങ്ങനെ ചെയ്തതോടുകൂടിയാണ് ഹിന്ദി ബെൽറ്റ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബി ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ എന്നിട്ട് വരുന്ന എന്നുള്ള രീതിയിൽ അവരറിഞ്ഞത്. അല്ലെങ്കിൽ അവരൊന്നും അറിയത്ത പോലും ഇല്ലായിരുന്നു, അവരൊന്നും പത്രം വായിക്കുന്ന ആൾക്കാർ. അപ്പോ അത്തരത്തിലുള്ള നെഗറ്റീവ് അതിന്റെ പുറത്തുണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. സൽകുമാർ ശശിധരന് ഒരുപാട് ത്രെഡ് കോൾസ് വന്നിരുന്നു, ഭീഷണി കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്നു. എല്ലാവർക്കും കണ്ണൻ നായർക്ക് എന്തെങ്കിലും അതുപോലെ എന്തൊക്കെയാ സംഭവിച്ചത്? അവര് ഹിന്ദിയിലല്ലേ പറയുന്നത്, മനസ്സിലായില്ല. ഹിന്ദി വലിയ പിടിയുന്നില്ല. പക്ഷെ ഫോൺ എടുത്ത് വെച്ച് കേട്ടോണ്ടിരിക്കും. രസമല്ലേ വലിയ സംഭവം. കാരണം ഇവിടെയുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോട്, ഈ പറയുന്ന തീവ്ര വിശ്വാസികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അവരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒരു ആൾക്കാരാണ് ഉള്ളത്. പക്ഷെ അവിടെ ഉള്ളവർ ഇതിനെ എടുക്കുന്നത് ഭയങ്കര ഇമോഷണലി എടുക്കുന്നത്. അവരുടെ എന്തോ കുടുംബത്തിൽ ആർക്കോ ആരുടെയോ നമ്മൾ മോശപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അവരെടുക്കുന്നു. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി ഫോണിൽ കൂടി ഫീൽ ചെയ്തു. പക്ഷെ പുതിയ കുറെ ചീത്ത വാക്കുകളൊക്കെ പഠിക്കാൻ പറ്റി. കാരണം ഹിന്ദി സിനിമയിലൊന്നും ഇത്തരം വാക്കുകളില്ലല്ലോ. അത്രേ ഉള്ളൂ. അത് നമ്മളൊരു രസമായിട്ട് എടുത്തുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വലിയ സെക്സി ദുർഗ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ മാത്രം ഒതുങ്ങാൻ പോകുന്ന സിനിമയാണോ ഞങ്ങളുടെ അടുത്തേക്ക് എത്തും? എന്റെ ദൈവമേ, എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും ഇവിടെ കാണണം. ഞാൻ പോലും ഒരു വട്ടേ കണ്ടിട്ടുള്ള. സാധ്യതകൾ എത്രയാണ്? സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ സെൻസറിംഗ് ആണ് ഇഷ്യൂ. സെൻസർ ബോർഡ് പറയുന്നത് ഈ പേര് മാറ്റിയാൽ മാത്രമേ. പക്ഷെ ഇത്തരം വയലൻസുകളോ അതിനകത്തുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള സീനുമില്ല, പേര് മാത്രമാണ് പ്രശ്നം. സെൻസർ ബോർഡിന്റെ ഒരു മെയിൻ ഇഷ്യൂ തന്നെ കാണും. ഇതിന്റെ പേരെന്താണ്? ഈ പേരാണ് ശരി, സമ്മതിക്കില്ല. ഇടയ്ക്ക് വെച്ചൊരു വിളിപ്പേരുണ്ടെന്ന് ഞാൻ കേട്ടു, ഷോർട്ട് ഫിലിം സൂപ്പർ സ്റ്റാർ. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയും ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചിട്ടുള്ള താരം വേറെ ഉണ്ടാവത്തില്ല. ഒരുപക്ഷെ ഇനി ഷോർട്ട് ഫിലിമിന്റെ അത്രയും തന്നെ സിനിമകൾ ഇനി ബാക്ക് ടു ബാക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഷോർട്ട് ഫിലിം ഞാൻ 41 ഷോർട്ട് ഫിലിംസ്. 41. പക്ഷെ ഇതിൽ പലതും യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള, ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഒത്തിരി അവാർഡ്സ് നേടിയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ്. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഒരു രാത്രി ആയിരിക്കും, ഒരു 1.5 ലക്ഷം വ്യൂ ഉള്ള ഒരു രാത്രി ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പം ഷോർട്ട് ഫിലിംസ് 41 എണ്ണം. നാടകത്തിനെ കുറിച്ച് പറയുന്നത് 84 നാടകമായി. 84. നല്ല രാശിയാണ് നടന്നതാണ്. സിനിമയിൽ അഭിനയിച്ച സിനിമയ്ക്ക് അവാർഡ്, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന് അവാർഡ്. ഇത് മറ്റു സംവിധായകർ കേട്ടിന് കണ്ണൻ നായരെ തേടി വരട്ടെ. ഇതൊക്കെ ബാക്കി സംവിധായകർ കേൾക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇത് ചോദിച്ച ആള് പേര് റിവീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ നായരുടെ യഥാർത്ഥ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു പേരുണ്ടോ കണ്ണൻ നായർക്ക്? എനിക്കറിയാം ഇതെവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്. എനിക്കറിയില്ല. എനിക്കൊരു പേരുണ്ട് തീർച്ചയായും. എന്താണ് യഥാർത്ഥ പേര്? എന്റെ പേര് രാകേഷ്. പേര് മാറ്റാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേരാണ് രാകേഷ് എന്ന് പറയുന്നത്. രാകേഷ് എന്ന പേരിട്ടത് പണ്ട് ഈ രാജേഷ് ശർമ്മ ശൂന്യാകാശത്ത് പോയ സമയത്ത്, ആ സമയത്ത് ഒരുപാട് രാകേഷുമാരും രാകേഷ്മാരും പിന്നീട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ നാടകത്തിലേക്ക് വരുന്ന സമയത്തും ഈ പേരിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം വേറെ എന്തെങ്കിലും പെക്യുലർ ഓർക്കുട്ടിന്റെ സമയമാണ്, ഫേസ്ബുക്ക് വന്നിട്ടില്ല, ഓർക്കുട്ടിന്റെ സമയം. അപ്പൊ ഓർക്കുട്ടിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ പേര് ഇങ്ങനെ മാറ്റി. വീട്ടിലുള്ള വിളിപ്പേരാണ് കണ്ണൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്നെ കണ്ണൻ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ണൻ എന്ന് ഇടാം. അപ്പൊ കണ്ണൻ എന്ന് മാത്രം ഒരു പഞ്ച് പോലെ. അപ്പം വിചാരിച്ചു കണ്ണൻ നായർ ഇന്ദ്രജാലം. അപ്പൊ അതിനകത്തും ഒരു വെറൈറ്റി വേണമെന്ന് വെച്ചാൽ എന്നെ IR വേണ്ട, എന്നെ YR. അന്ന് ഈ അഭിഷേക് നായർ വന്ന സമയമാണ് മുംബൈ ഇന്ത്യൻസിന്റെ.
അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പം എന്റെ ഒരു സ്വഭാവം ഇതൊന്ന് പിടികിട്ടിക്കാണ് മറ്റുള്ളവർ വ്യത്യസ്തമായി വെറൈറ്റി ട്രൈ ചെയ്യാന്നുള്ളത്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സംഭവിച്ചത്. പിന്നീട് അതിങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി വന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ ജാതിപ്പേര് മാറ്റണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ എനിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സംവിധായകനായ സനൽകുമാർ ശശിധരൻ തന്നെയാണ്. അടിപൊളി ചോദ്യം ഇതാണ്, സെക്സി ദുർഗ കണ്ണനായരിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്? ഞാനെന്ന് പറയുന്ന വ്യക്തിയെയും നടനെയും ഒക്കെ വല്ലാണ്ട് മാറ്റിക്കളഞ്ഞ ഒരു സിനിമയാണ് സെക്സി ദുർഗ. നടൻ സെൻസ് ഞാൻ അന്ന് വരെ പഠിച്ച പാഠങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം മറക്കേണ്ടി വന്നു. മറന്നിട്ട് ഈ ഓരോ സിനിമയ്ക്കും ഓരോന്നാണ് ആവശ്യം എന്ന ഒരു വലിയ പാഠം ഞാൻ പഠിച്ചത് സെക്സി ദുർഗയിൽ നിന്നാണ്. ഈ സിനിമയ്ക്ക് ഇതാണ് ആവശ്യം, ഈ സിനിമയ്ക്ക് ഞാൻ ബിഹേവ് ചെയ്യാണ്, ഈ സിനിമയ്ക്ക് ഞാൻ സിറ്റുവേഷൻ ഇൻടേക്ക് ചെയ്തിട്ട് ബിഹേവ് ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു വലിയ പാഠം പഠിച്ചത് സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമയിലാണ്. അതിന് സൺലൈറ്റിനോട് എത്ര നന്ദി പറയില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ കൊണ്ടിട്ടതിന് അത് ആസ് എ നടൻ. ഇനി ആസ് എ വ്യക്തി എന്നുള്ള രീതിയിൽ സെക്സി ദുർഗയ്ക്ക് മുമ്പും സെക്സി ദുർഗയ്ക്ക് ശേഷം എന്നുള്ള രീതിയിൽ എൻ്റെ കരിയറിനെ ഉറപ്പായിട്ടും വിഭജിക്കാൻ പറ്റും. അതുവരെ എവിടെയോ തിരുവനന്തപുരത്തിന്റെ ഏതോ ഒരു കോണിൽ നാടകം കളിച്ച് നടന്നിരുന്ന കണ്ണനെ പുറം ലോകമൊക്കെ അറിയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ 10 പേര് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഫേസ്ബുക്കിലൊരു കുറച്ച് കൂടുതൽ റിക്വസ്റ്റ് വരാൻ തുടങ്ങിയത്, വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്യുകയാണ്, ഞാൻ എന്ത് ചെയ്യുകയാണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അവര് ഒക്കെ അധികം പ്രഷർ ചെയ്യാതെ എന്നെ ഇങ്ങനെ വിട്ടു നിന്നിട്ടുണ്ട്. എല്ലാ കുടുംബത്തിലുള്ളതുപോലെ തന്നെ ഒരു ജോലിക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രഷർ ഉണ്ടെങ്കിൽ പോലും അവർ അധികം എന്നെ പുഷ് ചെയ്യുന്നില്ല. പക്ഷേ സെക്സി ദുർഗയ്ക്ക് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് കുടുംബത്തിലൊരു അത്യാവശ്യം നിൽക്കാൻ പറ്റുന്ന ഒരു അംഗീകാരം. അതെ, ഇവൻ വെറുതെ അല്ല അവിടെ നിൽക്കുന്നത്, ഇത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലാണ് ഇവൻ ഏർപ്പെടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ആസ് എ വ്യക്തി, ആസ് എ നടൻ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ച സിനിമ തന്നെയാണ് സെക്സി ദുർഗ. പക്ഷേ പ്രത്യേകിച്ച് ക്യാരക്ടർ സ്കെച്ചോ കഥാപാത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും കബീറിനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു നടൻ ചെയ്ത ഏതൊരു കഥാപാത്രവും അയാളെ ഒരിക്കലും വിട്ടു പിരിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. കബീർ എന്ന കഥാപാത്രം എത്രത്തോളം മാറ്റം കണ്ണനായരുടെ പേഴ്സണാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്? അങ്ങനെ കഥാപാത്രം വിട്ടുപിരിയുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ ആദ്യമേ തന്നെ യോജിക്കുന്നില്ല. അത് കഴിയുമ്പോൾ അവിടെ തീർന്നു സംഭവം. പിന്നീട് നമ്മൾ ഇത് കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ല. അവസാനമായി ഈ ഫിലിം ഇൻഡസ്ട്രി കണ്ണനായരോട് അൺഫെയർ ആയിരുന്നു ഇല്ലയോ? ഈ ഒരു 10 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അൺഫെയർനെസ് തോന്നിയിട്ടുണ്ടോ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ? ഇൻഡസ്ട്രിക്ക് എന്നെ അറിയില്ലല്ലോ, ഞാൻ ആരാണ് ഇൻഡസ്ട്രിക്ക്? അങ്ങനെ പക്ഷെ എപ്പോഴെങ്കിലും ചെറിയ വേഷങ്ങൾ അങ്ങോട്ട് ചോദിച്ചു പോയിട്ടുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല? ഒരുപാടുണ്ട്. അപ്പോഴെപ്പോഴെങ്കിലും അൺഫെയർ ആയിട്ട് ഒരു 100-ൽ പരം ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓഡിഷൻ ഇതിൽ പല ഓഡിഷനുകളും വെറുതെ പ്രൊമോഷണൽ സ്റ്റണ്ട് മാത്രം ആവാറുണ്ട്. കുറെ ഓഡിഷൻസ്. അപ്പൊ അവിടെയൊക്കെ ഒരു അൺഫെയർനെസ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഒരു മടുപ്പ് അങ്ങനെ എന്തെങ്കിലും? മടുപ്പ് തോന്നിയിട്ടില്ല, ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഈ അൺഫെയർനെസ് തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും. എന്തിനാണ് നമ്മളെയൊക്കെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പറഞ്ഞു വെച്ചിരുന്ന ക്യാരക്ടറിൽ നിന്നും നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോഴൊക്കെ ഇതല്ല, ഈ ധാന്യമണിയിൽ എന്റെ പേര് എഴുതിയിട്ടില്ല എന്ന ആശ്വാസം കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ബ്രൈറ്റ് സൈഡ് നോക്കാം, എപ്പോഴൊന്നുമല്ല. ഞാൻ വളരെ പെട്ടെന്ന് ഡെസ്പ് ആവുന്ന ഒരാൾ തന്നെയാണ്. അൺഫെയർനെസ് പലരുടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയാൻ ചോദ്യമല്ലേ, എന്നെ പോലെ അവസാനത്തേക്ക് മാറ്റി വെച്ചു ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ചിലപ്പോ തുറന്നു പറയാൻ കിട്ടുന്ന ഒരേ അവസരം നമ്മുടെ പരിപാടിയായിരിക്കും. ഇല്ലടോ, അങ്ങനെ തുറന്നു കുറച്ചുള്ളത് വേണ്ട. ഇതൊരു ഞാൻ അങ്ങനെ തുറന്നു പറയാറെന്നുള്ള വിലയാണെന്നായിട്ട് നാളെ. പക്ഷെ വലിയ ആൾക്കാർക്ക് തുറന്നു പറയാനുള്ള വളരെ കുറവായിരിക്കും. ഇല്ല, അവർക്ക് പറ്റും, ഒരാളല്ലെങ്കിൽ മറ്റൊരാളെന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു ഇപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ സെക്സി ദുർഗ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പൊ സൺലൈറ്റിന് പറയാം, സൺലൈറ്റൻ അത്തരത്തിൽ തുറന്നു പറച്ചിലുള്ള ഒരാളാണ്. സൺലൈറ്റിന് മറ്റുള്ള പിന്നെ കാരണം സൺലൈറ്റിന് തോന്നുന്നത് പറയും, വളരെ ജെന്യുവൻ ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയും. പക്ഷെ ആസ് എ നടൻ നമുക്ക് നാളെയും ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യധാര സിനിമകൾ എന്തെങ്കിലും ആവണമെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുകൾ ഇപ്പോ അത്യാവശ്യത്തേക്കെങ്കിലും ഒഴിച്ചു മാറ്റേണ്ടിയിരിക്കും. അത് നമ്മുടെ പേഴ്സണൽ ടോക്സിലൊക്കെ നമുക്ക് സംസാരിക്കാം എന്നുള്ള ക്യാമറ കട്ട് പറഞ്ഞതിന് ശേഷം. എങ്കിലും എനിക്ക് കട്ട് പറയാൻ കൊതിയായിട്ട്. താങ്ക് യു സോ മച്ച്. കട്ട് പറയാൻ കൊതിയായി, എനിക്ക് യഥാർത്ഥ കാര്യം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്.